നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നേപ്പാൾ ചൈന അതിർത്തി മേഖലയിൽ വൻ നാശനഷ്ടം വിതച്ച പ്രളയത്തിന് കാരണം കണ്ടെത്തി. അത് ഭൂകമ്പമല്ലെന്നും മഞ്ഞിടിച്ചിലിനെ തുടർന്നുണ്ടായ ഹിമപാതമാണെന്നും പരിശോധനയിൽ വ്യക്തമായി. ഭീകരമായ ഭൗമചലനങ്ങൾ സൃഷ്ടിച്ച് 150-ലേറെ പേരുടെ ജീവനെടുത്ത പ്രളയത്തിലേക്ക് നയിച്ചത് ഹിമാനികൾ തകർന്നു വീണുണ്ടായ ദുരന്തമാണെന്നാണ് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് പ്രദേശത്ത് ഉണ്ടായതെന്നായിരുന്നു നിഗമനം. എന്നാൽ അതിർത്തിയിലെ ലെൻസോ നദിയിലേക്ക് വൻതോതിൽ മഞ്ഞും പാറക്കൂട്ടങ്ങളും ഇടിഞ്ഞു വീണ് ഒഴുക്ക് തടസ്സപ്പെടുകയും പിന്നാലെ ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കുത്തി ഒഴുകുകയുമായിരുന്നു എന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. 5.2 തീവ്രതയുള്ള ഭൂചലനത്തിന് തുല്യമായ ആഘാതമാണ് ഈ ഹിമപാതം മൂലം ഭൗമോപരിതലത്തിൽ രേഖപ്പെടുത്തിയത്. ലഭ്യമായ വിവരമനുസരിച്ച് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 157 ഉയർന്നിട്ടുണ്ട്. നിരവധി വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 400-ലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇതിൽ 142 ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട്. പുറമെ അതിർത്തിയുടെ മറുഭാഗത്ത് ചൈനീസ് പ്രദേശത്തും വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷായുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് സൈന്യത്തിൻ്റെ വൻ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം ഉത്തർപ്രദേശിൻ്റെ അതിർത്തി ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തിയിട്ടുണ്ട്. നേപ്പാളിലെ രസുവയിൽ ഉണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തെ തുടർന്ന് അയൽ സംസ്ഥാനമായ ഉത്തർപ്രദേശിലും വലിയ പ്രളയ സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. തുടർന്ന് അതിർത്തി ജില്ലകളിൽ വൻ ജാഗ്രത പുലർത്താൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് അടിയന്തര നിർദ്ദേശം നൽകുകയായിരുന്നു. നേപ്പാളിൽ നിന്ന് ഒഴുക്കുവെള്ളം എത്തുന്നതോടെ ഗണ്ഡക്, നാരായണി നദികളിലെ ജലനിരപ്പ് പെട്ടെന്ന് ഉയരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റുമാരുമായി മുഖ്യമന്ത്രി നേരിട്ട് വീഡിയോ കോൺഫറൻസ് വഴി ചർച്ച നടത്തി. പ്രത്യേകിച്ച് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന മഹാരാജ്ഗഞ്ച്, ഖുഷിനഗർ എന്നീ ജില്ലകളിലാണ് ഭരണകൂടം കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഈ മേഖലകളിൽ ദേശീയ ദുരന്ത നിവാരണ സേനയെയും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയെയും സൈനികരെയും വിന്യസിച്ചിട്ടുണ്ട്. നദീതീരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് മുന്നറിയിപ്പ് സൈറണുകൾ നൽകിയിട്ടുണ്ട്. സുരക്ഷിതമായ ഉയർന്ന കെട്ടിടങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറുവാൻ പ്രദേശവാസികളോട് പോലീസ് നിരന്തരം അഭ്യർത്ഥിച്ചു വരികയാണ്. നേപ്പാളിൽ ഉണ്ടായ ജീവഹാനിയിലും ദുരന്തത്തിലും യോഗി ആദിത്യനാഥ് കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. കാണാതായവരുടെ ജീവനായി പശുപതിനാഥ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നതായി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. മഴയിലും ഇടിമിന്നലിലും നാശനഷ്ടമുണ്ടായ കുടുംബങ്ങൾക്ക് 24 മണിക്കൂറിനകം നഷ്ടപരിഹാരം നൽകാനും അദ്ദേഹം നിർദ്ദേശം നൽകി. നിലവിൽ അടിയന്തര സാഹചര്യം നേരിടാൻ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും അതിർത്തി ജില്ലകളിൽ സജ്ജമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ. ഈ ശക്തമായ മിന്നൽ പ്രളയത്തെ തുടർന്ന് ബീഹാറിലും വൻ പ്രളയ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. നേപ്പാളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഗണ്ഡക് നദിയിൽ ജലനിരപ്പ് പെട്ടെന്ന് 3 മീറ്ററോളം ഉയർന്നേക്കാമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ഇതേ തുടർന്ന് ബീഹാർ മുഖ്യമന്ത്രി സമ്രാട് ചൗധരിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്തിന് ആവശ്യമായ എല്ലാ അടിയന്തര സഹായങ്ങളും പിന്തുണയും നൽകുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ബീഹാറിലേക്ക് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ സംഘങ്ങളെ ഇതിനോടകം നിയോഗിച്ചിട്ടുമുണ്ട്. അതുപോലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് ഗണ്ഡക് നദീതട പ്രദേശങ്ങളായ പശ്ചിമ ചമ്പാരൻ, പൂർവ്വ ചമ്പാരൻ, ഗോപാൽഗഞ്ച്, സരൺ, മുസഫർപൂർ, വൈശാലി എന്നീ ജില്ലകളിൽ അധികൃതർ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. നദീതീരങ്ങളിലെ അണക്കെട്ടുകളും അതുപോലെ ബണ്ടുകളും മുഴുവൻ സമയവും നിരീക്ഷിക്കാൻ എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്.
സ്ഥിതി വഷളായാൽ രാത്രികാല പെട്രോളിങ്ങും സുരക്ഷാ പരിശോധനകളും ശക്തമാക്കാനാണ് ഭരണകൂടത്തിൻ്റെ തീരുമാനം. അടിയന്തര സാഹചര്യം നേരിടുന്നതിനായി ദുരന്ത നിവാരണ സേനകളും ഭരണകൂടവും ചേർന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതികൾ പൂർത്തിയാക്കി. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ ബോട്ടുകളും ദുരിതാശ്വാസ ക്യാമ്പുകളും സജ്ജമാക്കിയിട്ടുണ്ട്. വ്യാജ വാർത്തകളും ഭീതിജനകമായ സന്ദേശങ്ങളും പ്രചരിക്കുന്നത് തടയാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരീക്ഷിക്കാനും ജില്ലാ മജിസ്ട്രേറ്റർമാർക്ക് ഉത്തരവുണ്ട്. ആളുകൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും എന്നാൽ ജാഗ്രത പാലിക്കണമെന്നും ബീഹാർ സർക്കാർ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വലിയ ദുരന്തം, ഏതാണ്ട് 157 പേരുടെ മരണം സ്ഥിരീകരിക്കപ്പെടുകയും അതുപോലെ 400-ലധികം ആൾക്കാരെ കാണാനില്ല എന്ന വാർത്ത പുറത്തു വരികയും ചെയ്ത സാഹചര്യത്തിൽ അതിൽ 142 ഇന്ത്യക്കാരുമുണ്ട് എന്നുള്ളതാണ് നമ്മെ ദുഃഖിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം. ഈ ഒരു ദുരന്തം, പ്രകൃതി ദുരന്തം, അതിൻ്റെ കാരണം കൃത്യമായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. വലിയ തോതിൽ ഹിമപാതം ഇടിഞ്ഞുണ്ടായ, ആദ്യം ഇത് എന്താണ് ഇതിൻ്റെ കാരണം എന്നറിയാതെ അധികൃതർ ഉഴലുകയായിരുന്നു. ഇപ്പോഴിതാ ഉപഗ്രഹ ചിത്രങ്ങളടക്കം വളരെ കൃത്യമായി അതിൻ്റെ കാരണം മനസ്സിലായിട്ടുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയോ മറ്റൊന്നുമല്ല, മറിച്ച് നേപ്പാളിലും അതുപോലെ തന്നെ ചൈനയിലും, ഈ ടിബറ്റ് നേപ്പാൾ ബോർഡറിലും അതുപോലെ ചൈനയിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഒരു പ്രകൃതി ദുരന്തം. അതിൽ നിന്ന് നമുക്ക് എത്രയും വേഗം കരകയറാൻ കഴിയട്ടെ. കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതെ, കൂടുതൽ ജീവഹാനി സംഭവിക്കാതെ ഈ കാണാതായ ആൾക്കാരെ എത്രയും വേഗം കണ്ടെത്താൻ നമ്മുടെ സൈന്യത്തിനും ദുരന്ത നിവാരണ സേനയ്ക്കും ഒക്കെ കഴിയട്ടെ. നേപ്പാളിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നേപ്പാൾ പ്രധാനമന്ത്രിയുമായിട്ട് അദ്ദേഹം ടെലിഫോണിൽ സംസാരിച്ചു. അതിൻ്റെ വിശദ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നേപ്പാളിന് ഒരു വലിയ കൈത്താങ്ങായി ഭാരതം എപ്പോഴും ഉണ്ടാകും. അതുപോലെ തന്നെ ചൈനയിലും എന്തൊക്കെയാണ് അവിടെ ദുരന്തമുണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് ഇതുവരെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ചൈനയിലും സമാനമായ വലിയ അപകട സാധ്യതകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്ര പേരെ കാണാതായി, ആർക്കെങ്കിലും ജീവഹാനി ഉണ്ടായോ തുടങ്ങിയ വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ലഭിക്കുന്ന മുറയ്ക്ക് നമ്മൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ദുർഘട സാഹചര്യത്തെ നേരിടാനും അതിനെ അതിജീവിക്കാനും നേപ്പാൾ ജനതയ്ക്ക് കൂട്ടായി എന്നും ഭാരതമുണ്ടായിരിക്കും എന്ന ഉറപ്പാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നൽകിയിരിക്കുന്നത്. എത്രയും വേഗം കാണാതായവരെ കണ്ടെത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാം, അതിനായി പ്രാർത്ഥിക്കാം. മറ്റു വിവരങ്ങൾ പിന്നാലെ നമുക്ക് ലഭ്യമാക്കാം. നന്ദി, നമസ്കാരം.